ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ 4 പേരും കൂടെ ഒന്ന് പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വേരാവലിലുള്ള പാർക്കാണ്. കുറച്ച് നാൾ ഇത് അടച്ചിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടും. പിന്നെ ചെറിയ ചെറിയ കുറേ ഇതുപോലെ എന്താ പറയുക, ഇരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. വൈകുന്നേരവും രാവിലെ ഇവിടെ നല്ല തിരക്കാണ്. രാവിലെയും വൈകുന്നേരം നടക്കാനൊക്കെ ആയിട്ട് എല്ലാവരും വരികയൊക്കെ ചെയ്യും. വൈകുന്നേരം പിള്ളേരും ഒക്കെ ആയിട്ട് ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും വന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് പിള്ളേർ കളിക്കുകയും എന്താ പറയുക, നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും ഒക്കെ. വെയിൽ ഇപ്പോഴും നല്ല വെയിലാണ് കേട്ടോ. 6 മണിയൊക്കെ ആയി, ഇപ്പോഴും നല്ല വെയിലായിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെ മുമ്പേ പോകുന്നുണ്ട്. ചെറിയ ആൾ അപ്പയുടെ കയ്യിൽ നിന്ന് മാറി നടക്കത്തേയില്ല, ഞങ്ങൾ വിളിച്ചാലും വരത്തില്ല. അപ്പോൾ അവർ രണ്ടുപേരും മുമ്പേ അങ്ങ് പോയി. കുറേ നേരം അവിടെ നിന്ന് എന്താ പറയുക, ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. മിക്ക ദിവസവും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. കുറേ നാൾ ഇവിടെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ ഇപ്പോൾ ചൂടല്ലേ, ചൂട് കാലാവസ്ഥയല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ എപ്പോഴും വരും. വൈകുന്നേരവും രാവിലെ നടക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ പിന്നെ ഈ പിള്ളേരൊന്നും അധികം കാണത്തില്ല. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കാണുകയുള്ളൂ. അവരെയും കൊണ്ടൊക്കെ അന്നേരം ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വരുവുള്ളൂ. രാവിലെ നടക്കാനുള്ളവരൊക്കെ വരാറുള്ളൂ. അപ്പോൾ അവരപ്പനും മോനും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ബഹളമായിരുന്നു അവിടെ. അങ്ങനെ മോനാണെങ്കിൽ, മൂത്ത ആളാണെങ്കിൽ ഭയങ്കര ഫോട്ടോ എടുപ്പും അവൻ വീഡിയോ എടുപ്പും ഒക്കെ ആയിട്ട് അവൻ അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. എൻ്റെ മൂത്ത മോൻ ബസ്സുവിന് അല്ലെങ്കിലും ഇഷ്ടം അവനിങ്ങനെ ഞങ്ങളെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുക. അനിയനെ വിളിച്ചെപ്പോഴും കുഞ്ഞാവേ വാവേ വാവേ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ഫോട്ടോ എടുപ്പും അതൊക്കെയാണ്. അവന് പുറത്തോട്ട് ഇറങ്ങിയാൽ അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ഫോട്ടോ എടുക്കാൻ പുള്ളിക്ക് എന്താ ഭയങ്കര ഇഷ്ടം. അവൻ നന്നായിട്ട് എടുക്കുകയും ചെയ്യും. എൻ്റെ ഫോട്ടോസൊക്കെ അവനാണ് എടുത്തു തരുന്നത്. അമ്മേ അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവനാണ് എൻ്റെ ഫോട്ടോസെല്ലാം എടുക്കുന്നത്. നന്നായിട്ട് എടുക്കും. അപ്പം അവൻ്റെ എപ്പോഴും അവൻ വാവേ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് അതാണ്. പിന്നെ ചെടികളൊക്കെ പോയി നോക്കി അതിനകത്ത് പൂക്കളുടെയൊക്കെ ഫോട്ടോ എടുപ്പും അവനതാണ് ഇഷ്ടം. പുറത്തിറങ്ങിയ പുള്ളി അതിൻ്റെ പുറകെ അങ്ങ് നടക്കും. അങ്ങനെ പിന്നെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഒരു റൗണ്ട് നടന്ന് ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടി. അവിടെ വന്നങ്ങ് ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങണം കേട്ടോ. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാൻ സമയമായി. അങ്ങനെ തിരിച്ചിറങ്ങി പുറത്ത് വന്ന് മക്കൾക്ക് 2 പേർക്കും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. ആ ഐസ്ക്രീം കഴിക്കുമ്പോൾ ചിരിയൊക്കെ കണ്ടോ. പുറത്തോട്ടിറങ്ങി ഇത്രയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് 2 പേർക്കും വാങ്ങിക്കൊടുത്തു. മൂത്താൾ കഴിച്ചിട്ട് അവിടെ നിൽക്കുക. കുഞ്ഞവൻ കഴിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. പിള്ളേർക്ക് മേടിച്ച് കൊടുത്തേ ഉള്ളൂ, ഞങ്ങൾ കഴിക്കുകയൊന്നും ചെയ്തില്ല. അമ്പലത്തിൽ കയറാനുള്ളതല്ലേ. അങ്ങനെ അമ്പലത്തിനുള്ളിൽ വന്ന് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറേ നേരത്തെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസിനാണെങ്കിലുണ്ടല്ലോ ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് അപ്പൂസ് അങ്ങ് നേരത്തെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂജ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി നേരെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോയി. ഇവിടെ നമുക്ക് നാട്ടിൽ ബസ്സുള്ളതുപോലെ ഇവിടെ ഓട്ടോയാണ് ഫുൾ ടൈമേ. അപ്പോൾ ഓട്ടോയിൽ അങ്ങ് നേരെ വീട്ടിലേക്ക് അങ്ങ് പോവും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം ഒന്നുകൂടി പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ.